നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ജാസ്മിൻ പറഞ്ഞ ശരി, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുത്തെ സ്വത്തുക്കൾ മുഴുവൻ കൈക്കലാക്കണം. അല്ല ജാസ്മിൻ, നീ എങ്ങനെയാ പാർവതി ഭദ്രമായി കൊണ്ടുപോയ ആ ഡോക്യുമെന്റ്സ് അടിച്ചു മാറ്റിയത്? മോളെ, ഇത് നിനക്ക് എത്രാമത്തെ മാസമാ? ഉടനെങ്ങാൻ പ്രസവം ഉണ്ടാവോ? കുഞ്ഞിനെങ്ങനെയുണ്ട്? ഈ ഉഷ്ണതരംഗത്തിന്റെ കാലത്ത് വയറിൽ വെച്ചുകെട്ടുമായി ഞാൻ അനുഭവിക്കുന്ന പ്രയാസം എനിക്ക് മാത്രമേ അറിയൂ ജാസ്മിൻ. എല്ലാം എനിക്ക് വേണ്ടിയല്ലേ? നീയൊന്ന് ക്ഷമിക്ക്. നീ ബുദ്ധിമുട്ടി എനിക്ക് ചെയ്യുന്ന ഈ സഹായത്തിന് ഞാൻ നിന്നെ കാണേണ്ട പോലെ കാണുന്നുണ്ട്. എന്താ അത് പോരെ? മതി മതി മതി, എന്തായാലും നിന്റെ പദ്ധതിയുള്ള. അല്ല, എന്തായി? നീ ഡോക്യുമെന്റ് അടിച്ചു മാറ്റിയോ? എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാ ഞാനത് ചെയ്യാതെ തിരിച്ചു വരുമോ? ദേ, ഇത് നോക്കിക്കേ. ഇത് തന്നെയാണോ നീ ഉദ്ദേശിച്ചത്? ഇത് തന്നെയാ കോടതിയിൽ കൊടുക്കേണ്ട ഡോക്യുമെന്റ്. ഇത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തില്ലെങ്കിലേ വിശാലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഇനി ഈ ഡോക്യുമെന്റ് ഇവിടെ എവിടെയും കിടക്കട്ടെ. ആന്റി, വിശാലിനെ എന്റെ ഭർത്താവായിട്ട് എനിക്ക് വേണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ആന്റി ഇവിടുത്തെ മരുമകളായിട്ട് കേറിക്കൂടിയതുപോലെ ഞാനും ഇവിടുത്തെ മരുമകളാവും. ഈ കുടുംബത്തിന്റെ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ വേണ്ടി ആന്റി ഓരോന്ന് ചെയ്തു കൂട്ടുന്നില്ലേ? അതുപോലെ വിശാലിനെ കിട്ടാൻ വേണ്ടി ഞാനും പല കളികളും കളിക്കും. പാർവതി അവനെ എങ്ങനെയൊക്കെ ബന്ധിച്ചു വെച്ചിരുന്നാലും ആ ബന്ധനങ്ങളൊക്കെ തകർത്തെറിഞ്ഞ് അവനെ ഞാൻ എന്റെ ഭർത്താവാക്കിയിരിക്കും. ഇവളിടയ്ക്ക് എന്നെ കുത്തി സംസാരിക്കുന്നുണ്ടല്ലോ. ഇവൾ ബോധപൂർവം അത് സംസാരിക്കുന്നത്. ഇവൾക്കിട്ട് പണിതാൽ ഇവൾ എന്നെയും പണിയും എന്നതിന്റെ സൂചന. മോളെ ജാസ്മിൻ, നിനക്ക് പ്രഭാവതിയെ ശരിക്കറിയില്ല. നീ കണ്ടതൊന്നുമല്ല യഥാർത്ഥ പ്രഭാവതി. വിശാലിന്റെ കാര്യം ഒന്ന് കഴിഞ്ഞോട്ടെ, അടുത്തതായി തീർക്കുന്നത് നിന്നെ ആയിരിക്കും. നിന്നെ കുഴിച്ചു മൂടാൻ ഒരു കുഴി കുത്തിയിട്ടാടി ഞാൻ കാത്തിരിക്കുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.